ഇക്കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആകെ കേരളം സ്തംഭിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ തൃശ്ശൂർ പൂര ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം പൂരം എന്ന് പറയുന്നത് അവരുടെ ഒരു ആവേശമാണ്, അവരുടെ ഒരു വികാരമാണ്. ഒരു പരിധിവരെ കേരളത്തിൻ്റെ ആകെ വികാരമാണ്. ലോക പ്രശസ്തി നേടിയിട്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതിൻ്റെ നയനാനന്ദകരമായിട്ടുള്ള ആവിഷ്കാരം ലോക ശ്രദ്ധ ഇതിനോടകം തന്നെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അത് പരമ്പരാഗതമായി ചില ചിട്ടകളും ക്രമങ്ങളും അനുസരിച്ചാണ് നടന്നു പോകുന്നത്. അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ജാതി മത വ്യത്യാസമില്ലാതെ തൃശ്ശൂരുള്ള മുഴുവൻ ജനതയും അത്യന്തം ആവേശത്തോടും ഉത്സാഹത്തോടും താല്പര്യത്തോടുമാണ് പൂരത്തെ നോക്കിക്കാണുന്നത്. ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നടക്കുന്ന മേള ലോകത്ത് തന്നെ അത്യപൂർവമാണ് എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയല്ല. അത് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വയനാടുണ്ടായ അത്യന്തം ദുഃഖകരമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുവെ കേരളത്തിലുള്ള ആഘോഷങ്ങളുടെ എല്ലാം ഒരു പൊലിപ്പും പെരുമയും അല്ലെങ്കിൽ അതിൻ്റെ ആഡംബരവും കുറയ്ക്കണം എന്ന ഒരു വികാരം പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആവുന്നത്ര സഹായം ചെയ്യേണ്ട, ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ ആളുകളുടെ പുനരധിവാസം. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സർവ്വതും നഷ്ടപ്പെട്ടതായിട്ടുള്ള കുറേ ജനങ്ങൾ, അവരുടെ പുനരധിവാസത്തെക്കുറിച്ചാണ് കേരളം പ്രത്യേകിച്ചും ഒരളവ് വരെ ഇന്ത്യയും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ പൂരം അത്യന്തം കേമമായി നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനാണ് ഡൽഹിയിൽ നിന്നും കേരളത്തിൻ്റെ പ്രതിനിധി കൂടിയായ കേന്ദ്ര സഹമന്ത്രി ശ്രീമാൻ തൃശ്ശൂരെ പാർലമെന്റ് അംഗം കൂടിയായ സുരേഷ് ഗോപി ഓടിയെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു തൃശ്ശൂരിൻ്റെ പാർലമെന്റ് അംഗമാവുക എന്നത്. അത് അദ്ദേഹം കുറേ വർഷങ്ങളായി ശ്രമിച്ച് ഒരു തരത്തിൽ അത് കരയ്ക്ക് അടുപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് അടുപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ പദവി കൂടിയാണ് കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രി സ്ഥാനം. അടിസ്ഥാനപരമായി ശ്രീമാൻ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. ഒരു സിനിമാ നടന് ആരാധകർ ധാരാളം ഉണ്ടാകും. അതിൻ്റെ ശോഭയിലാണ് അവർ എപ്പോഴും എല്ലായിടത്തും തിളങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ സ്ഥാനവുമായി ഇതിനോടകം തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് വളരെ സന്ദേഹിക്കുകയാണ് എല്ലാവരും, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. ഭരണരംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ ആകമാനമുള്ള ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹം മുൻഗണന കൊടുക്കേണ്ടത് ഈ പറയുന്ന വയനാട്ടിലെ ദുരന്ത ഭാഗത്തുണ്ടായ ആളുകളുടെ പുനരധിവാസത്തിനാണോ അതോ മറ്റ് ആഘോഷ പരിപാടികൾക്കാണോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ആ ഒരു സിനിമാ നടന്റെ മാനസിക അവസ്ഥയിൽ നിന്ന് വിമോചിതനായിട്ടുണ്ടോ എന്ന് പൊതുവെ സംശയിക്കുകയാണ് പൊതുസമൂഹം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംസാരവും സംഭാഷണവും സമീപന രീതികളുമൊക്കെ വളരെ നാടകീയത നിറഞ്ഞതും നല്ല ഒരളവ് വരെ കൃത്രിമത്വമുള്ളതുമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും അതുപോലെയുള്ള മറ്റു പരിപാടികളും കാണുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ പൊലിമ ഒരു കാരണവശാലും കുറയ്ക്കണമെന്ന് കേരളത്തിലുള്ള ആരും, ലോകത്തുള്ള ഒരു മലയാളിയും പറയുകയില്ല. എന്നാൽ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നത് മുൻഗണനയുടെ പ്രശ്നമാണ്. നമുക്കറിയാം, ലോകത്തെ പരക്കെ അറിയപ്പെടുന്നതും ലോകത്തിലെ ഭൂപടത്തിൽ വാട്ടർ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നതുമായ ആലപ്പുഴ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി എന്ന് പറയുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഈ ബോട്ട് മത്സരം പോലും, അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ആഘോഷം പോലും ഇപ്പോൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി നടക്കേണ്ടിയിരുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളംകളി മത്സരം ലോക പ്രശസ്തയാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്.
അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെതായിട്ടുള്ള പ്രതിഫലനമാണ്. എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കാൻ തയ്യാറായപ്പോൾ തൃശ്ശൂരെ പൂരസംഘാടക സമിതിയെങ്കിലും അതിനോട് യോജിച്ച് ചില കാര്യങ്ങളിലെങ്കിലും ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് എന്നാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപി നിർണായകമായ നേതൃത്വം കൊടുക്കേണ്ടതുമാണ്. അദ്ദേഹം തീർച്ചയായും വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം പോയി കണ്ട് കാര്യങ്ങൾ നേരിട്ട് പഠിച്ച ഒരാളാണ്. ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ പൂര ആഘോഷ ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ പൊലിമ വർദ്ധിപ്പിക്കണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ ചില അപശബ്ദങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, പൂർവാധികം കേമമായി നടത്തണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അത് സ്വാഭാവികം എന്ന് തന്നെ കരുതാം. കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരുള്ള ജനങ്ങളുടെ വികാരത്തെ വിസ്മരിച്ചുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തെ എക്കാലവും തൃശ്ശൂർ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എപ്പോഴും കയ്യിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആകുമ്പോൾ ജനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിൽക്കേണ്ടതായി വരും. പക്ഷേ ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങളുടെ മുൻഗണനാക്രമം പുനർനിശ്ചയിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അത് ശോഭനമായിരിക്കും എന്നാണ് കരുതേണ്ടത്. ആ തരത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളെ കാണും എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ പൂരം ഭംഗിയായി നടക്കണം, അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിന് പോറലൊന്നും ഏൽക്കാൻ പാടില്ല. പക്ഷേ ഈ പുതിയ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുമ്പോൾ ആഘോഷത്തിന്റെ പൊലിമ ലേശം ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും തരത്തിൽ സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു അംശം കൂടി ഈ പാവപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ ചെലവഴിക്കാൻ അല്ലെങ്കിൽ ചെലവാക്കാൻ സാധിക്കുമോ എന്ന് കൂടി അദ്ദേഹം ആലോചിക്കുന്നത് ഉചിതമായിരിക്കും. അതൊരു വലിയ സന്ദേശമായിരിക്കും നൽകുന്നത്. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന് പറയുന്ന ആ ഒരു ഭാവരൂപങ്ങളിൽ നിന്ന് മാറി ഒരു പൊതുപ്രവർത്തകൻ, ഇന്ത്യയിലെ ഒരു മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് ഈ തരുണത്തിൽ പറയാനായിട്ടുള്ളത്.